അപ്പോൾ എൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ കണ്ടിട്ട് എനിക്ക് അത്തരം റോളുകൾ കിട്ടുമെന്ന് വന്നിട്ടുണ്ടോ അങ്ങനെ ഓഫേഴ്സ്? ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെയ്തോ? ഇല്ല. എന്തിന്? അത് ചെറിയൊരു പ്രശ്നമായപ്പോൾ ചെയ്തില്ല. എന്താ പ്രശ്നം? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര്. സീരിയസ് ഞാൻ ഇത് എവിടെ പോയാലും ഈ പെൺകളുടെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ട്രാൻസ് പീപ്പിളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, ഈ മെന്നുകൊക്കെ എന്തായടാ? എനിക്കറിയില്ല. അത് നല്ല റോളായിരുന്നു, തമിഴ് മൂവിയാണ്. ഞാനത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കി. പിന്നെ ജാസിന് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എന്തിനാണ് ചിരട്ട വെച്ച് നടക്കുന്ന ആളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് ചോദിക്കുന്നത്? അത്രയും ഭയങ്കര മോശമുള്ള ഇതൊക്കെ എനിക്ക് വന്നതാ. എന്നെ ട്രോളുന്ന വ്യക്തിയൊക്കെ എന്നെ ട്രോളിയ വ്യക്തിയാണ്. അത്രയും ഗതി കെട്ട് പോയോ ഇൻഡസ്ട്രിന്നൊക്കെ. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, എനിക്ക് സീരിയസ്ലി ആയിട്ട് എൻ്റെ ആഷി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാനിത് സംസാരിക്കുന്നത്. ആഷിക്ക് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്യാരക്ടർ വരുന്നത്. വിജയ് സേതുപതി സാറുടെ മൂവി ആയിരുന്നു, തമിഴ് മൂവി, സൂപ്പർ ഡീലക്സ്. ഇല്ല, മൂവിയുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. വിജയ് സേതുപതിയാണ് ആക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി ഓർ ആക്ട്രസ്. തമിഴ് മൂവിയാണ്, ഒരു ഹൊറർ കോമഡി മൂവി ആയിരുന്നു. അപ്പൊ മലേഷ്യയിലാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഓക്കെയാണ്. അപ്പൊ അവിടെ ഒരു ഗൈഡ് ആയിട്ടുള്ള ഒരു റോളാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റോളാണ് എന്നോട് പറഞ്ഞത്. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു. അതെ. ഓക്കെ, ഇപ്പോ നീ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നില്ലേ, ഇത് വെച്ചിട്ട് നിനക്ക് അവരെങ്ങനെ ആക്ടിങ് ഇത് കൊടുക്കും? ആൻഡ് പർട്ടിക്കുലർലി ഈ റീൽസ് ചെയ്യുന്നപ്പോ ഇനി ഓരോരുത്തർ ചെയ്തത് ആണ് നിങ്ങൾക്കെന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സ്പെഷ്യൽ ആയിട്ട് ഇത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം, അത് ഒന്നും ഇല്ലല്ലോ. സോ അത് എടുക്കില്ല സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. നീ എങ്ങനെ വിചാരിക്കുന്നു, നിനക്ക് ഇൻ കേസ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ നിനക്ക് അവിടെ ട്രാൻസ് വുമനായിട്ട് കാണിക്കണോ, അല്ലാതെ അത് വേണ്ട എനിക്കൊരു വുമൻ ആണ് വേണോന്ന്? അങ്ങനെ എനിക്കില്ല. എനിക്ക് ഇപ്പൊ ട്രാൻസ് വുമൺ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പോ വുമൺ ആയിട്ട് അത് എന്തിനു ചെയ്യണമെന്ന്, എതൊക്കെ അത് ചെയ്യണം? കാരണം നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ സർജറി, ഈ പെയിൻ ഒക്കെ എടുത്ത് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു എ വുമൻ. പിന്നെ എന്തിനാ ഈ ക്യാരക്ടർ നീ ചെയ്യണം? അത് എനിക്ക് എല്ലാ ഡയറക്ടറുടെ അടുത്ത് ചോദ്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടർ വേണമെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് എടുത്ത് മീസൊക്കെ ഒഴിച്ചിട്ട് ദാടിയൊക്കെ ഒഴിച്ചിട്ട് സാരി ഇട്ടിട്ട് ആ ക്യാരക്ടർ ചെയ്തോ. ഇത്ര പെയിൻ എടുത്ത് ഇത്രയ്ക്കും ചെയ്തവരെ തിരിച്ച് അങ്ങനെ എന്തിനു കാട്ടണം? ഓക്കെ, അമ്മ പറയുന്നത് ഈ ട്രാൻസ് ആയി മാറിയ കുട്ടികളെ പിന്നെ ഈ സിനിമയിലേക്ക് എന്തിനാണ് ട്രാൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്, അവർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടെ എന്ന്. അതെ, അത്തരം കഥ അത് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാൻസ് ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്കാണ് അവരെ വിളിക്കുന്നുള്ളൂ. ചിലപ്പോ ചില ആൾക്കാരെ വിളിക്കുന്നത് അത്തരം കഥാപാത്രം ചെയ്യാനായിരിക്കും. അല്ലാണ്ട് നോർമലി പ്യുവർ സ്ത്രീ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കും വിളിക്കുന്നുണ്ട്. എല്ലാം നല്ല എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പോൾ നല്ല നടികളായിട്ട് വിളിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, സിനിമകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും നല്ല അനിയത്തി ക്യാരക്ടർ വേണം, നല്ല അമ്മ ക്യാരക്ടർ വേണം, നല്ല ചേച്ചി ക്യാരക്ടർ വേണം, നടിമാരെ ക്യാരക്ടർ വേണം. അല്ലാണ്ട് ഒരു പർട്ടിക്കുലറിലേക്ക് അവരെ എഴുതപ്പെടരുത്. ട്രാൻസുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറെ സിനിമകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേഷങ്ങൾ അത്തരം ഒരു വേഷങ്ങളായിരിക്കും. അങ്ങനത്തെ വേഷങ്ങളല്ലാണ്ട് അവർക്കും നല്ല നല്ല ക്യാരക്ടറുകൾ വരണം, അവർക്കും നല്ല നല്ല ക്യാരക്ടർ എഴുതപ്പെടണം. അതൊക്കെ അവർക്ക് ആക്ടിങ് അറിയുന്നല്ലോ. ഒരുപാട് പേരില്ലേ ട്രാൻസിൽ വുമൻസ് ഒക്കെ ആയിട്ട് എത്രയോ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്, ഫ്രണ്ട്സിലുണ്ട്. ഇപ്പോൾ എന്താണ് കുറേ ആൾക്കാർ അഭിനയിച്ചത് കണ്ടു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന അത്തരം കഥാപാത്രങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർക്കും പറ്റും. അവർക്കും അത്തരം ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഇപ്പോൾ അവർക്കും ഇവർക്കും ഒക്കെ കഥകൾ എഴുതിട്ടില്ല, നല്ല കഥകളെ കിട്ടുന്നില്ല. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അതെ, ഇവിടെ തമിഴ്നാടൊക്കെ കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അങ്ങനെ ആയിപ്പോയി, നല്ല കഥകളുണ്ട്. പക്ഷേ ഇതാണ് പ്രോബ്ലം, ഈ ട്രാൻസ് കാണിക്കുമ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ കാണിക്കും. ഇത് എനിക്ക് കൂടെ അതിൽ താല്പര്യമില്ല. പിന്നെ ഈ റീൽസ്, അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. നീ യാരോ ചെയ്യുന്നത് ഇവിടെ ചെയ്ത് കാട്ടരുത്. ഇപ്പൊ ഞാൻ
ഞാൻ ഇത് രണ്ടാം ഘട്ടതെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നത്. ഞാൻ തന്നെ സ്വയം ചെയ്ത ഒരു ക്യാരക്ടർ. ഇവിടെ എല്ലാവർക്കും അറിയാം ഫിലിം കിനാരത്തുമ്പി എന്ന്. അതിലൊരു ഡയലോഗ് ഉണ്ട്, തെറ്റ് ചെയ്യാത്തവർ ആരുള്ളടാ ഗോപു. അത് ഒരു 2-3 ആക്ഷൻസിൽ ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് ഫീൽ ചെയ്തിട്ട്, ഒന്ന് വെക്കപ്പെട്ട്, ഒന്ന് കറഞ്ഞിട്ട്, ഇത് 4 എങ്ങനെ ചെയ്ത് കാട്ടും. അയ്യോ ഓക്കെ. ഫസ്റ്റ് ചിരി, ചിരിച്ചിട്ട് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ ഇപ്പൊ ഷൈ ആയിട്ട് തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ ഇവള് എന്റെ കാലം ബെസ്റ്റ്. നെക്സ്റ്റ് എന്താ, കറഞ്ഞിട്ട് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല. ഓ 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ജാസിനെ ആക്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ಇನ್ನೊಂದು ആംഗ്രി, ദേഷ്യമായി. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല, ആരുമില്ല. സൂപ്പർ ജാസി, സൂപ്പർ. സീരിയസ് ആയിട്ട് കിനാരത്തുമ്പി 2 ചെയ്യുന്നത്. നീ അത് കാണ്, അത് ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ഇന്റിമേസി സീനോ ഒന്നുമില്ല. ആ കുട്ടി ആ ചരക്കന്ന്, ഹി വാസ് ഓൺലി 17 years old. I was 23 then. ഞാൻ പറഞ്ഞു പേടിക്കടാ മോനെ, വാ വാ പേടിക്കരുത് വാ എന്ന്. ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ആ ഫിലിം. there is no sex in it. സോ നീ പേടിക്കാതെ കിനാരത്തുമ്പി 2 നീ തന്നെ ചെയ്യണം. ഇത് എനിക്ക് എന്ത് ഒരേ ഒരു സ്റ്റൈലാ, തെറ്റ് ചെയ്യാത്തവർ ആരും ഇല്ലടാ ഗോപു മാത്രം എന്റെ സ്റ്റൈൽ. എന്നെ ഇപ്പൊ ഈ കേട്ടാലും എനിക്ക് ഇത്രയ്ക്ക് വരില്ല. സൂപ്പർ. അയ്യോ, യുവർ മാരേജ് മുമ്പ് അതെങ്ങനെ നടന്നത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണം വേണ്ട, കല്യാണം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാലൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. എന്താണ് പിന്നെ അവരുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയി, വാൾവൊക്കെ ഇതായിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായി കല്യാണം കഴിക്കണം എന്നുള്ളത് ഇതായി. ഞാൻ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് പിന്നെ കൂടുതൽ മനസ്സിലായത് നമുക്ക് ഒരിക്കലും ആ ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല. കാരണം നമ്മളൊരു പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട്, നമ്മൾ മൈൻഡ് മുഴുവൻ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു പെൺകുട്ടിനെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാനേ പറ്റുന്നില്ല. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ പറ്റില്ല. നമുക്കൊരു എന്താ പറയുക, അവർക്കൊരു കുട്ടി വേണം, ഫാമിലി പോകണമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വീട്ടിൽ പറഞ്ഞിട്ട് നീ വീട്ടിൽ പറഞ്ഞോ, നമുക്ക് ലീഗലി ഇങ്ങനെ ഡിവോഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗലി ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി ഞങ്ങൾ.